IP അഡ്രസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ 2 തരത്തിലുള്ള IP അഡ്രസ് ആണുള്ളത്. ഒന്ന് IPv4ഉം രണ്ടാമത് IPv6. IPv4 ആണ് ആദ്യ കാലങ്ങളിൽ തന്നെ നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പ്രോമിനൻ്റ് ആയിട്ട് വന്ന ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ഒരു IP അഡ്രസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു മെക്കാനിസം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് 4 ഓക്ടറ്റ് ആണ്. അതായത് ഓരോ ഡോട്ടിനെയും നമ്മൾ ഈ ഓക്ടറ്റ് എന്നാണ് വിളിക്കുക. അങ്ങനെ 4 ഓക്ടറ്റിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു IP അഡ്രസ്സ് നമ്മളെപ്പോഴും സെറ്റപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ IP ആണ് ഇത്. നമ്മൾ സാധാരണ വീട്ടിൽ റൗട്ടറൊക്കെ വെക്കുമ്പോൾ റൗട്ടറിൻ്റെയൊക്കെ IP ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു IPv4ൻ്റെ ഈ അഡ്രസ് സ്പേസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ 4.3 ബില്യൺ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സുകളാണ് നമുക്ക് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പം ഈ ഒരു ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് ഇൻ്റർനെറ്റും ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വളരെ കോമൺ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു 4.3 ബില്യൺ യുണീക്ക് IP അഡ്രസ്സ് കൊണ്ട് പോരാ എല്ലാ ഇൻ്റർനെറ്റിലുള്ള ഡിവൈസസിനെയും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. കാരണം ഒരാളിൽ തന്നെ നോക്കിയാൽ 2 മൊബൈൽ ഫോണെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ കൂടാതെ തന്നെ ആളുടെ ലാപ്ടോപ്പും അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസും ഉണ്ടാവും. വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ എത്ര ഡിവൈസും ഉണ്ടല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ വീടും അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ വീടിനും നമുക്ക് IP അഡ്രസ്സ് കൊടുക്കണം. ഓരോ മൊബൈലും ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ ആ ഓരോ മൊബൈലിലും നമുക്ക് IP അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു IPv4ൻ്റെ സാധ്യതയെന്ന് പറഞ്ഞാൽ 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സസ് ആണ്. അപ്പോൾ ആ ഒരു 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സ് റീച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് വരുന്ന ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് സ്പേസ് അല്ലെങ്കിൽ പുതിയതായിട്ട് അഡ്രസ്സ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. കാരണം ഓൾറെഡി അസൈൻ ചെയ്തിട്ടെല്ലാം മീൻസ് ഉള്ള അഡ്രസ്സുകളെല്ലാം അസൈൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വരുമ്പോഴത്തേക്കിനും അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IPv6 എന്ന് പറഞ്ഞ ആ ഒരു അഡ്രസ്സിങ് ഫോർമാറ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ടേജ് IPv4ൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ലിമിറ്റ് വരുമ്പോൾ IPv6ൽ നമുക്ക് IP അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള മിക്കവാറുള്ള എല്ലാ ഡിവൈസസിനും നമുക്ക് IPv4ഉം അതേപോലെ തന്നെ IPv6 ആയിട്ടുള്ള IP അഡ്രസ്സും ഈ 2 IP അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഡ്യുവൽ സ്റ്റാക്കിംഗ് എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓൾറെഡി ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യുന്ന പല ഡിവൈസസും ഇപ്പം IPv6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല കമ്പനികളും IPv6ലോട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുമുണ്ട്. അപ്പോൾ അവർ IPv4 ഇനി ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഡിവൈസുകളിലോട്ട് നമുക്ക് അല്ലെങ്കിൽ അവരുടെ ആ സെർവറിലോട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ IPv6 തന്നെ വേണം.